പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് ദിശാബോധമില്ലാത്ത ബജറ്റ് എന്നാരോപിച്ച് പ്രതിപക്ഷം ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു. ഇടതുപക്ഷ ഭരണസമിതി തുടക്കം കുറിച്ച ഒട്ടേറെ ജനക്ഷേമ പദ്ധതികളിലൊന്നിനും ഈ ബജറ്റിൽ തുടർച്ചയുണ്ടായിട്ടില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. ബജറ്റിലെ ക്രമ നമ്പർ 28-ൽ ശ്മശാനത്തിൽ നിന്ന് 2 ലക്ഷം രൂപ വരവ് പ്രതീക്ഷിക്കുമ്പോൾ ശ്മശാന നടത്തിപ്പിനും അറ്റകുറ്റപ്പണി ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി 1 രൂപ പോലും വകയിരുത്തിയിട്ടില്ല എന്നത് ആശങ്കാജനകമാണ്. നെല്ല്, നാളികേരം, പച്ചക്കറി, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ തുടങ്ങി ഒരിനത്തിനും 1 രൂപ പോലും തുക വകയിരുത്തിയിട്ടില്ല. മൃഗസംരക്ഷണ മേഖലയും പൂർണ്ണമായും അവഗണിച്ചു. നാമമാത്ര തുകയെങ്കിലും ഈ മേഖലയിൽ വകയിരുത്താൻ UDF ഭരണസമിതി തയ്യാറായില്ല. മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതികൾക്ക് UDF ഭരണസമിതി നീക്കിവെച്ച തുക വട്ടപൂജ്യമാണ്. എന്നാൽ ഭരണസമിതി അംഗങ്ങളുടെ ഓണറേറിയം, സിറ്റിംഗ് ഫീ തുടങ്ങിയവയുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ തുക വകയിരുത്താൻ മറന്നുപോയിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. ബജറ്റ് ഗ്രാമപഞ്ചായത്തിനെ 25 വർഷം പുറകോട്ട് നയിക്കാനേ സഹായിക്കൂ എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് അംഗങ്ങളായ ബാബു മാസ്റ്റർ, ഷൈബ ദിനേശൻ, ഷെഫീന മുനീർ, ഷൈമജ നസീർ, ഫൌസിയ ഹാഷിം എന്നിവർ പറഞ്ഞു.